കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരൊന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ സംസാരത്തിനിടയ്ക്ക് അവൻ പറയാം, എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ലടാ. 2-3 ജോലി ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് ഒരു കുറി കമ്പനിയുടെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യണം. മൂന്നാമത്തെ ജോലി എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത്യാവശ്യം സമ്പാദിക്കുന്നുണ്ടാവല്ലോ. ഉണ്ടായിരുന്നോടാ. അത് മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു, വീട് വെച്ചു, പിന്നെ രണ്ടാമത്തെ മോൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ അത്യാവശ്യം നല്ല സ്ഥിതിയിലായല്ലോ. എവിടെ നിന്നാണ് 5 ലക്ഷം ലോണുണ്ട്, ഇതെങ്ങനെ വീട്ടിൽ നിന്നുള്ള ടെൻഷനിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോഴും ഇല്ലേ ഒരു നോട്ടം മുകളിലേക്കായിരിക്കണം. മുകളിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കാട്ടി നല്ല കടലുള്ള ആൾക്കാരെ നോക്കണം, അവരുടെ ടെൻഷൻ നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ നോട്ടം എന്ന് പറയുന്നത് താഴേക്ക് നോക്കണം. താഴേക്ക് നോക്കുമ്പോൾ വീടില്ലാതെ, ഒരു വീട് വെക്കാൻ പറ്റാതെ കുടിലുകളൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം വലുപ്പത്തിലെത്തിയെന്ന്. നമ്മളെപ്പോഴും ഉണ്ടല്ലോ ചിന്തിക്കുമ്പോൾ വലിയ മലയോളം ചിന്തിക്കണം, അപ്പോഴേ നമുക്കൊരു കുന്നോളം കിട്ടുള്ളൂ. ശരിയല്ലേ? പക്ഷേ നമ്മുടെ നോട്ടം എപ്പോഴും ഒന്ന് താഴേക്കായിരിക്കണം. അങ്ങനെ നോക്കിയാലേ നമ്മുടെ വലുപ്പം നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. ശരിയല്ലേ?